ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കർത്താവിന്റെ ശബ്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് സഹോദരൻ വിൻസെന്റ് റാഫേൽ, തൃശൂർ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ നിലത്തു വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നാം വായിച്ച വേദഭാഗത്ത് ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളായവരെ പിടിച്ചുകെട്ടി ജയിലടയ്ക്കുവാൻ വേണ്ടി കടന്നുപോകുന്ന ശൗലിനെ അഭിമുഖീകരിക്കുന്ന ഒരു കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് നാം വായിച്ചത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തു വിശ്വാസികളെ ഉപദ്രവിക്കുന്നവരോടുള്ള കർത്താവിൻ്റെ ശബ്ദം തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവരെ പീഡിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള ശബ്ദം, തൻ്റെ ഭക്തന്മാരെ പ്രതിരോധിക്കുന്ന കർത്താവിൻ്റെ ഒരു ശബ്ദമാണിത്. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. ശൗൽ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. നസ്രയനായ യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു എന്നത് ശൗലിന് അറിവുള്ള വിഷയമാണ്. കാരണം കർത്താവിനെ ന്യായം വിധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ശൗൽ യെരുശലേമിലുണ്ട്. അവൻ മഹാപുരോഹിതന്മാരുടെ ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു. എന്നാൽ ഈ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു നടക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് ശുദ്ധ കള്ളമാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്ന യേശുവിനെ ശൗലും കൂട്ടരും കണ്ടിട്ടേയില്ല, നേതാവില്ല. ഇനി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് യേശു വിശ്വസിക്കുന്ന ഈ പുതിയ മാർഗക്കാരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അസംബന്ധം പറയുന്നത്, ഈ കള്ളം പ്രചരിപ്പിക്കുന്നത് നിന്നുപോകും. അതുകൊണ്ടാണ് ഈ മാർഗക്കാരെ ഇല്ലാതാക്കുവാനായിട്ട് ശൗൽ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് മഹാപുരോഹിതൻ്റെ അധികാരപത്രവും വാങ്ങി ശൗൽ ദമസ്കോസിലുള്ള ക്രിസ്തുവിശ്വാസികളെ നശിപ്പിക്കുവാനും പിടിച്ചുകെട്ടി തടവിലാക്കുവാനും ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ വിരാജിക്കുന്ന യേശുവിനെ നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന വലിയൊരു തേജസ്സിൽ ശൗൽ കാണുവാനായിട്ടിടയായിത്തീരുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം ശൗൽ കേൾക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസികളെ പിടിച്ചുകെട്ടുവാൻ ഒരുങ്ങുമ്പോൾ ഈ യേശുവിനെ തന്നെയാണ് താൻ ഉപദ്രവിക്കുന്നതെന്ന് ശൗൽ തിരിച്ചറിഞ്ഞു. കർത്താവിൻ്റെ ശരീരം സഭയായി ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. കർത്താവിൻ്റെ ശിരസ് സ്വർഗത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ശരീരത്തിനേൽക്കുന്ന ഏതൊരു വേദനയും ശിരസ് വേദനിക്കുന്നു. അവൻ തന്നെ ഉപദ്രവിക്കുന്നവരെ വിളിക്കുന്നു, നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നു. ചിലപ്പോൾ ശിക്ഷിക്കുവാനും ഇടയായിത്തീർന്നു. തൻ്റെ ഭക്തന്മാരുടെ നേർക്കുള്ള ഉപദ്രവങ്ങളെ, പീഡനങ്ങളെ കർത്താവ് പ്രതിരോധിക്കുന്നു. ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദം കർത്താവിൽ നിന്ന് ഉയരുന്നു. കർത്താവിൻ്റെ സംരക്ഷണവും കാവലും അവനെ പിൻപറ്റുന്നവർക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ശൗലേ ശൗലേ എന്നത് 2 പ്രാവശ്യം കർത്താവ് ശൗലിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. നമുക്കിത് ശൗലിനോടുള്ള യേശു കർത്താവിൻ്റെ സ്നേഹവും കരുതലും തന്നെ കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു അഭ്യർത്ഥനയുമായി ആദ്യമേ അതിനെ കാണാം. രണ്ടാമത് പൗലോസിനോടുള്ള ശാസനയും മുന്നറിയിപ്പുമായി ഇത് കാണാവുന്നതാണ്. ശൗൽ സഞ്ചരിച്ചിരുന്നത് അപകടകരമായ വഴിയിലൂടെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ നേർക്ക് ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്നു എന്നാണ്. ഈ മാർഗക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി ജയിലറകളിൽ അടക്കണം എന്ന ലക്ഷ്യമായിരുന്നു ശൗലിലുണ്ടായിരുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ശൗൽ വീണ്ടെടുക്കുവാൻ പറ്റാത്തവണ്ണം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിയാണ്. പാപത്തിൻ്റെ മൂർത്തിഭാവം പൂണ്ട് നടക്കുന്ന ഒരു ശൗലിനെയാണ് കർത്താവ് കാണുന്നത്. ശൗൽ യേശു ക്രിസ്തുവിനെ എതിർത്തുകൊണ്ട് സഞ്ചരിക്കുന്നു. അവൻ അനുതാപപ്പെടുന്നില്ല എങ്കിൽ നിത്യശിക്ഷാവധിയിലേക്ക് എറിയപ്പെടാൻ പോകുന്നുവെന്നത് കർത്താവിന് സുവ്യക്തമാണ്. അതുകൊണ്ട് നിഷ്ഠൂരനായ ഉപദ്രവിയായ ശൗലിനെ കർത്താവ് വിളിക്കുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ മടങ്ങി വരിക, അനുതപിക്കുക, എൻ്റെ ശബ്ദം കേൾക്കുക, നീ എന്നെ അനുസരിക്കുക എന്ന് കർത്താവ് പറയുന്നു എന്ന് ആ ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ദൈവം നമ്മോട് ഇടപെട്ടിട്ടും കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നാം വാസ്തവമായും ദൈവത്തെ അറിയുന്നവരല്ല, യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരല്ല എന്ന് കാണുന്നു. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവേ നീ ആരാണ്, എന്നോട് പറയൂ എന്ന് ഒരു നിലവിളിയുടെ ശബ്ദം, ഒരു പ്രാർത്ഥനയുടെ ശബ്ദം നമ്മിൽ ഉയരുമ്പോൾ നേരോടെ നടക്കുവാനുള്ള വഴികൾ
കർത്താവ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നു. നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുന്നു. കർത്താവ് നമ്മെ തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരുന്നു. എന്നാൽ നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കേണ്ടത് ആവശ്യമാണ്. അനുതാപത്തോടെ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, ശൗലേ ശൗലേ എന്ന കർത്താവിൻ്റെ ആ ശബ്ദം കർത്താവ് വിശ്വസിക്കുന്ന, പിൻപറ്റുന്നവരെ ഉപദ്രവിക്കുന്ന ശൗലിനുള്ള മറുപടി കൂടിയാണ്. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും അവരെ ഉപദ്രവിക്കുന്നവരെ എതിർക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശൗലിൻ്റെ പ്രവൃത്തികൾ യേശുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവനെ അഭിമുഖമായി എതിരിട്ട് താക്കീത് നൽകിയത്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മുള്ളിൻ്റെ നേരെ തൊഴിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു. അവരുടെ കഷ്ടതയെ, കണ്ണുനീരിനെ, പീഡനത്തെ കണ്ട് മാറി കടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ അഗ്നിജ്വാലയിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടുകൊണ്ട് പറയുന്നത്, അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നാണ്. തന്നിൽ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുന്ന, കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നിന്നെ തൻ്റെ തൂവലുകൾ കൊണ്ട് മൂടും, അവൻ്റെ ചിറകൾക്കടിയിൽ നീ അഭയം തേടും, അവൻ്റെ സത്യം നിന്റെ പരിചയം കവചവും ആകുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്നാണ്. നമ്മെ സംരക്ഷിക്കുന്ന, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഈ നല്ല കർത്താവിനെ കൂടുതലായിട്ട് പിൻപറ്റാം, ആശ്രയിക്കാം. അവൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.